ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ശ്രീമദ് ഭാഗവതത്തിൽ എങ്ങനെയാണ് നമ്മുടെ മൂല്യങ്ങളെ ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന കഥ പറഞ്ഞിരുന്നു. ആ കഥ പറയുന്ന സമയത്ത് സ്വയംഭൂ മനുവിൻ്റെ മക്കളായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതിൽ എന്താ പറയുക, സ്വയംഭൂ മനുവിൻ്റെ മക്കളല്ല. മക്കളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബന്ധം പറയുമ്പോൾ അങ്ങനെ പറയാമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ, സ്വയംഭൂ മനുവിന് 3 പെൺകുട്ടികളുണ്ട്. ആകൂതി, ദേവഹൂതി, പ്രസൂതി, 3 പെൺകുട്ടികൾ. ഈ 3 പെൺകുട്ടികളെ ആകൂതിയെ രുചി പ്രജാപതി വിവാഹം കഴിച്ചു. ദേവഹൂതിയെ പ്രസിദ്ധനായിട്ടുള്ള കർദമൻ, കപിലൻ്റെ അച്ഛനായിട്ടുള്ള കർദമൻ വിവാഹം കഴിച്ചു. അതിഗംഭീരമാണ് കർദമൻ്റെ ആ ഭാഗം. അതുപോലെ തന്നെ കപിലൻ ദേവഹൂതിക്ക് ഉപദേശം നൽകുന്ന കപിലോപദേശം വളരെ പ്രസിദ്ധമാണ് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പോൾ ആകൂതി രുചി പ്രജാപതി വിവാഹം കഴിച്ചു. ദേവഹൂതിയെ കർദമൻ വിവാഹം കഴിച്ചു. പിന്നെയുള്ളത് പ്രസൂതിയാണ്. പ്രസൂതിയെയാണ് ദക്ഷൻ വിവാഹം കഴിച്ചത്. ആ ദക്ഷ പ്രസൂതി ദാമ്പത്യത്തിലാണ് 16 മക്കളാണ്. അതിൽ 13 പേര് ഈ വിവാഹം കഴിച്ചത്. എന്നാൽ മറ്റുള്ളവരുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രസമാണ്. അതായത് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ഈ ആകൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ളതാണ് ആകൂതി. സ്വയംഭൂമനു, സ്വയം ജാതമായിട്ടുള്ള മനസ്സിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം തത്വചിന്തയ്ക്ക് വിധേയമാക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ളതാണ് ഈ മൂല്യങ്ങളൊക്കെ. ദേവഹൂതി ദേവനാൽ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള, ദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. പ്രസൂതി എന്ന് പറഞ്ഞാൽ ഉണ്ടാകലാണ്, പ്രസവം തന്നെയാണ് പ്രസൂതി. അപ്പോൾ ഇതിൽ എന്താണ്, ആകൂതി വിവാഹം കഴിച്ച രുചി പ്രജാപതിയിലാണ് യജ്ഞൻ, പിന്നെ ദക്ഷിണ, അവരുടെ പുത്രന്മാരാണ് 12 പുത്രന്മാർ. വളരെ രസമുള്ള പേരുകളാണ്. എന്താണ്, തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇദ്മൻ, കവി, വിഭു, സ്വഹൻ, സുദേവൻ, രോചനൻ. പേരുകളെല്ലാം തന്നെ നമ്മുടെ ഇമോഷൻസാണ്. പിന്നെ കർദമൻ്റെ ദേവഹൂതി ദാമ്പത്യത്തിൽ കപിലൻ കൂടാതെ തന്നെ എന്താണ്, കല, അനസൂയ, ശ്രദ്ധ, ഹവിർഭൂ, ഗതി, ക്രിയ, ഖ്യാതി, അരുന്ധതി, ശാന്തി, കപിലൻ. അത് എന്താ പറയുക, കുട്ടികൾ ജനിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, പ്രസൂതിയും ദക്ഷ പ്രജാപതിയും. അപ്പോൾ സ്വയംഭൂ മനുവിൻ്റെ മകളുടെ കുട്ടികളാണ്, പേരക്കുട്ടികളാണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ്. ആ ദക്ഷൻ്റെ ആ കഥ പറയുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 47 മുതൽ 53 വരെ വരുന്ന ശ്ലോകങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഭാഗവതം വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കാവുന്നതാണ്. ഇത് തിരഞ്ഞു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് നല്ലോണം പരിചയമുള്ളവർക്കും വിഷമമില്ല. ഒരാൾ മെസ്സേജിൽ പറഞ്ഞിരുന്നു, ദക്ഷൻ്റെ മനുവിൻ്റെ പുത്രിയല്ല ദക്ഷൻ്റെതാണ് എന്ന് പറഞ്ഞു. നമ്മൾ ശരിയെന്ന് പറഞ്ഞു, അതേന്ന് പറഞ്ഞു. അപ്പോൾ അത് വിസ്തരിച്ച് പറയാം എന്നുള്ളതായിരുന്നുവല്ലോ, നമ്മൾ നിങ്ങളോട് പറഞ്ഞല്ലോ അത് പറയാമെന്ന്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ഇവിടെ പറയുന്നത്, ഭാഗവതം പറയുന്നത്, പ്രസൂതിയും മാനവീം ദക്ഷ ഉപയേമേ ഹ്യജാത്മജ തസ്യാം സസർജ ദുഹിതു ഷോഡശം അമലലോചനാഹ. ഷോഡശം അമലലോചനാഹ, 16 വളരെ സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികൾ ആർക്ക്, ദക്ഷന് ജനിച്ചു. അതിൽ ത്രയോദശോ ധർമായ, 13 കുട്ടികളെ ധർമ്മനായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. ത്രയോദശോ ധർമായ തദ്ദേകാം അഗ്നയെ വിഭു.
ഒരു കുട്ടിയെ അഗ്നിക്കായിക്കൊണ്ട് കൊടുത്തു. ആ അഗ്നിക്ക് കൊടുത്തതാണ് സ്വാഹ എന്ന് പറയുന്നത്. സ്വാഹ എന്ന് പറയുന്നത് അഗ്നിയുടെ ഭാര്യയാണ്. സ്വാഹ നമ്മളിങ്ങനെ പറയല്ലോ, ഇതം ന മമ സ്വാഹ അഗ്നേ സ്വാഹ. നമ്മൾ മലയാളത്തിൽ പറയാം അത് സ്വാഹ എന്ന് പറഞ്ഞാൽ അതിനി നോക്കണ്ട, പോയി എന്ന്. അപ്പം സ്വാഹ എന്നുള്ളത് അഗ്നിയുടെ ഭാര്യയാണെന്ന് പലർക്കും അറിയില്ല. അപ്പം സ്വാഹ അഗ്നിയുടെ ഭാര്യയാണ്. പിതൃഭ്യ ഏകാം, പിതൃക്കൾക്കായിട്ട്, അതാണ് സ്വധ. ഏകാം യുക്തേഭ്യോ ഭവൈകാം ഭവേച്ഛിവേ ഭവച്ഛിതേ. ഒരു കുട്ടിയെ ശിവനായിക്കൊണ്ട് നൽകി. അതാണ് സതി, അതാണ് ദാക്ഷായണി, ദക്ഷൻ്റെ പുത്രി എന്നുള്ള നിലയിൽ. അത് ശിവൻ ഇടയ്ക്ക് സതിയെ ഒന്ന് പിരിയേറ്റാൻ വേണ്ടി പറയും. നിന്നെ ഞാൻ ഇടയ്ക്ക് ശിവൻ അങ്ങനെ വിളിക്കും അത്രേ, ദാക്ഷായണി എന്ന് വിളിക്കുമ്പോൾ നീ എത്രയായാലും ദക്ഷൻ്റെ പുത്രിയല്ലേ എന്നുള്ള ഒരു കുത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. അച്ഛൻ്റെ പേര് ചേർത്ത് വിളിക്കുന്നു. അതെന്തെങ്കിലുമൊക്കെ അനിഷ്ടക്കേടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ദാക്ഷായണി എന്ന് വിളിക്കാറ്. അപ്പം അങ്ങനെ സ്വതയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിക്കും സതിയെ ശിവൻ. ബാക്കി 13 പേരുടെ കാര്യം പറയാം. അത് വളരെ പ്രത്യേകമായിട്ട് പറയാം. ആ 13ഉം ആ 13ൻ്റെ സന്തതികളെക്കുറിച്ചും. എന്താ പറയുന്നത്? ശ്രദ്ധ, മൈത്രി, ദയാശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയോന്നതി, ബുദ്ധിർ, മേധ, തിദിക്ഷ, ഹ്രീ, മൂർത്തിർ ധർമ്മസ്യ പത്നയ. അപ്പം ധർമ്മത്തിൻ്റെ പത്നിമാരാണ്. അപ്പം ഇവർ ബാഹ്യലോകത്ത് നിൽക്കുന്ന 13 സ്ത്രീകളല്ല വാസ്തവത്തിൽ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ധർമ്മദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ 13 സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പം നമ്മളുമായിട്ട് അതിന് ബന്ധമില്ലാതെ പോകും. അപ്പം ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ നമ്മിലെ ധർമ്മം തന്നെ. ആ ധർമ്മം പരിണയിക്കുന്ന, സ്വീകരിക്കുന്ന, താലികെട്ടി കൂടെ പൊറുപ്പിക്കുന്ന ഭാര്യ എന്ന നിലയിൽ, ഭാര്യ എന്നുള്ളതിന് എന്താ ഭാര്യ എന്നുള്ളത് ഭരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ആരാണ് ഭരിക്കുന്നത്? വളരെ പ്രധാനമാണത് ആ നിലയിൽ നോക്കുമ്പോൾ. അപ്പോൾ ധർമ്മദേവന് നമ്മളൊക്കെ ഈ 13 പേരെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ 13 പേരെ നിങ്ങൾക്ക് ഭർത്താക്കന്മാരായി സ്വീകരിക്കാം, ഭാര്യമാരായിട്ടും സ്വീകരിക്കാം. ആരൊക്കെയാണ് അതിൽ? ശ്രദ്ധ ഒന്നാമത്തത്, മൈത്രി രണ്ടാമത്തത്, ദയ 3, ശാന്തി 4, തുഷ്ടി 5, പുഷ്ടി 6, ക്രിയ 7, ഉന്നതി 8, ബുദ്ധി 9, മേധ 10, തിദിക്ഷ 11, ഹ്രീ 12, മൂർത്തി 13. ധർമ്മസ്യ പത്നയ, ധർമ്മദേവൻ്റെ പത്നിമാർ. അപ്പം 13 പേര്. ഈ 13 പേരിൽ ധർമ്മദേവൻ്റെ ദാമ്പത്യം ആരംഭിച്ചു. അതിലെത്ര കുട്ടികളുണ്ടായി? ആരൊക്കെയാണ് ആ കുട്ടികൾ? അവരുടെ പേരുകൾ എന്താണ്? നോക്കൂ, ഇതൊന്നും ഈ നിലയിലല്ല നിങ്ങൾ ഭാഗവതം പഠിക്കുന്നതെങ്കിൽ നിങ്ങളിത് അവിടെ പോയി ഇരുന്ന് ഊണഴിച്ച് പോരുക എന്നല്ലാതെ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെയല്ല നിങ്ങൾ ഭാഗവതം കേൾക്കുന്നതെങ്കിൽ. നമ്മൾ കുറേ സപ്താഹങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സപ്താഹങ്ങൾ കേൾക്കാൻ വന്നിട്ടുള്ളവർക്ക് മൊത്തം കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇത് ഇങ്ങനെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കോളൂ. അപ്പം എന്താ, പുതിയൊരു ഉൾക്കാഴ്ച കിട്ടിയ വലിയൊരു ആശ്വാസമാണ് ഒരുപാട് പേര് നമ്മളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളത്. മറ്റേതിങ്ങനെ കഥ കേട്ട് പോവുകയാണ്. കഥ കേട്ട് ഊണ് കഴിച്ച് ഉറക്കം വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ആ ഉറക്കം ഒന്ന് ഒരു ശല്യമായിട്ട് ചിലർക്ക് തോന്നും ഈ ഇടയ്ക്കുള്ള സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അപ്പം ഈ 13 ഭാര്യമാർ, ഇതൊന്നും ഭാഗവത സപ്താഹത്തിൽ അത്ര വലിയ പ്രാധാന്യമായിട്ട് പറയുന്നത് നമ്മളിതുവരെ കേട്ടിട്ടില്ല.
കാരണം വായിച്ചു തീർക്കേണ്ടതുണ്ട്, പറയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കഥകളുണ്ട്. ഈ കഥയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, പൈങ്കിളി രൂപത്തിലൊക്കെ പറഞ്ഞ് അതിലിങ്ങനെ ചിലരൊക്കെ കണ്ണീരൊലിപ്പിച്ച്. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ തന്നെ കഥയായിട്ട് എടുക്കുമ്പോഴല്ലേ ഇതിന് ഗുണമുണ്ടാവുക. നോക്കൂ, ആരൊക്കെയാണ് ഈ മക്കളാരാ? ഈ ധർമ്മദേവൻ്റെ 13 ഭാര്യമാരെ നമ്മൾ പരിചയപ്പെട്ടു. ആരെ ഈ ഭാര്യമാർ? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ. ഗീതയിൽ ഭഗവാൻ പറയണത് എന്താണെന്ന് പറയും? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനാ ജ്ഞാനം. എന്താ ശ്രദ്ധ? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, ഈ പറഞ്ഞ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിനെ വിചാരം ചെയ്യാനുള്ള താല്പര്യം, അതുപോലെ ഗുരുവിൻ്റെ വാക്കിലുള്ള താല്പര്യം, അത് സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യാനുള്ള സാമർഥ്യം, ഇതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. മൈത്രി, സൗഹൃദം തന്നെ, മിത്രഭാവം, ദയ, എല്ലാം ഒന്നും മലയാളത്തിൽ എന്താ പറയുക, അങ്ങോട്ട് വ്യാഖ്യാനം ചെയ്യേണ്ടതില്ല, അത്രയും നല്ല ക്ലിയറാണ്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി. തുഷ്ടി മനസ്സിൻ്റേത്, പുഷ്ടി ശരീരത്തിൻ്റേത്. ക്രിയ, കർമ്മം, ഉന്നതി, ഔന്നിത്യം, ബുദ്ധി, മേധ, ധീ, തിദിക്ഷ, സഹന സാമർഥ്യം, ഹ്രീ, ലജ്ജ, മൂർത്തി. മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപം തന്നെ. അപ്പോൾ ഈ 13 പേരിൽ ജനിച്ച സന്തതികളെക്കുറിച്ച് പറയുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ഇവിടെ പറയുകയാണ് ഭാഗവതം, ശ്രദ്ധാസുത ശുഭം. ശ്രദ്ധയുടെ പുത്രൻ, സുതൻ ആരാണ്? ശുഭം. അപ്പം ധർമ്മവും ശ്രദ്ധയും ചേർന്ന ദാമ്പത്യത്തിൽ പുത്രനായിട്ട് അല്ലെങ്കിൽ പുത്രിയായിട്ട് ആര് ജനിച്ചു? ശുഭം. എല്ലാം ശുഭം. അപ്പം ഈ ശുഭാവണമെങ്കിൽ എന്തു വേണം? ശ്രദ്ധയോടൊപ്പം ആര് ചേരണം? ധർമ്മം. അതാണെങ്കിൽ ധർമ്മത്തിൽ എല്ലാറ്റിനെയും യോജിപ്പിക്കുക എന്ന് പറയും. ഇഷ്ടം ധർമ്മേഷു യോജയേത്, നമ്മുടെ ആഗ്രഹങ്ങളെ ധർമ്മത്തിൽ യോജിപ്പിക്കുക. അതുകൊണ്ട് ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ധർമ്മം. അതുകൊണ്ട് അത് അടിയിൽ നിൽക്കുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം ശ്രദ്ധയ്ക്ക് ധർമ്മദേവനിൽ ജനിച്ച പുത്രൻ്റെ പേരാണ് ശുഭം. അത് പുത്രനോ പുത്രിയോ എന്തു വേണമെങ്കിലാവാം, നിങ്ങൾക്കതിനെ എങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെയോ മൈത്രിയിൽ ആരുണ്ടായി? പ്രസാദം. ഈ മൈത്രി എന്ന് പറഞ്ഞാൽ സൗഹൃദമാണ്. അപ്പോൾ ധാർമ്മികമായ സൗഹൃദത്തിൽ എന്തുണ്ടാവും? പ്രസാദം ഉണ്ടാവും. അതല്ല മൈത്രി ഈ പറഞ്ഞ ഏടാകൂടം പിടിച്ച ആളുകളുമായിട്ടാണെങ്കിലോ ജയിൽവാസമായിരിക്കും ഫലം. എന്ത് മനോഹരമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മാനേജ്മെൻറ്റാണത്, ഹ്യൂമൻ മാനേജ്മെൻറ്റ് അല്ലേ? അല്ല, ഇത് നിങ്ങൾ വിചാരിക്കുകയാണ് 5000 10,000 നിങ്ങളുടെ കാലഗണന എത്രയാണ്? അങ്ങനെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ധർമ്മൻ എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് 13 ഭാര്യമാരെ 13 സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതിലിങ്ങനെ ഈ എന്താ പറയുക 13 മക്കളുണ്ടായി. കഴിഞ്ഞു. വേറെ എന്താ അപ്പോൾ? അങ്ങനെയൊരു മക്കളെക്കുറിച്ചാണോ പറയുന്നത്? ഈ സന്തതികൾ നമുക്ക് ജനിക്കേണ്ടവരല്ലേ? നമ്മൾ ഈ സന്തതികൾക്ക് ജന്മം കൊടുക്കുന്നുണ്ടോ? ഈ സന്തതികൾക്ക് നമുക്ക് ഈ സന്തതികൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? നമ്മൾ ഇത്തരത്തിലൊരു വിവാഹം, നമ്മുടെ മറ്റേ വിവാഹം ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ, അതല്ലാതെ ഈ വിവാഹം കഴിച്ചിട്ടുണ്ടോ? സ്പിരിച്വൽ മാരേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാവരും കഴിക്കേണ്ടതാണ്. ഇതിൽ ബ്രഹ്മചര്യമൊന്നുമില്ല. ഇത് സന്യാസിയും കഴിക്കണം ഈ വിവാഹം, എല്ലാവരും. അപ്പം ശ്രദ്ധയുടെ സുതനായിട്ട് ശുഭവും മൈത്രിയുടെ സുതനായിട്ട് പ്രസാദം. അഭയം ദയ, ദയയുടെ പുത്രനായിട്ടോ അഭയം.
അപ്പോൾ ധർമ്മവും ദയയും ചേരുമ്പോൾ അഭയം ഉണ്ടാവും. മൈത്രിയിൽ പ്രസാദം ജനിക്കുന്നു. ശാന്തി സുഖം, ശാന്തിയിലോ സുഖം പുത്രനായി വരുന്നു. മുദം തുഷ്ടി, സ്മയം പുഷ്ടി, യോഗം ക്രിയ, ദർപ്പം ഉന്നതി, ദർപ്പം അർത്ഥം ബുദ്ധി, മേധാസ്മൃതി, തിദിക്ഷാതു ക്ഷേമം, ഹ്രീപ്രശ്രയം സുതം, മൂർത്തി സർവഗുണോത്പത്തിർ, നരനാരായണ ഋഷി. ഇങ്ങനെ ഈ എന്താ പറയുക 13 ഭാര്യമാർ ശ്രദ്ധ ശുഭത്തെ പ്രസവിച്ചു, മൈത്രി പ്രസാദത്തെ പ്രസവിച്ചു, ദയ അഭയത്തെ പ്രസവിച്ചു, ശാന്തി സുഖത്തെ പ്രസവിച്ചു, തുഷ്ടി മോദത്തെ പ്രസവിച്ചു, പുഷ്ടി സ്മയത്തെ അദ്ഭുതത്തെ പ്രസവിച്ചു, ക്രിയ യോഗത്തെ പ്രസവിച്ചു, ഉന്നതി ദർപ്പത്തെ പ്രസവിച്ചു, ബുദ്ധി അർത്ഥത്തെ പ്രസവിച്ചു, മേധ സ്മൃതിയെ പ്രസവിച്ചു, തിദിക്ഷ ക്ഷേമത്തെ പ്രസവിച്ചു, ഹ്രീ പ്രശ്രയം വിനയത്തെ പ്രസവിച്ചു, മൂർത്തിയിലാണ് നരനാരായണന്മാർ ജനിക്കുന്നത്. അപ്പം ഇതിലാകെ കുറച്ചൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഉന്നതിയുടെ മകനാണ്. നെഗറ്റീവ് അല്ല അത്. ഉന്നതിയിൽ ആരുണ്ടായി എന്ന് ചോദിച്ചാൽ ദർപ്പം ഉണ്ടായി. ഉന്നതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഔന്നിത്യത്തെ പ്രാപിക്കുമ്പോൾ, ഉന്നതമായ ഒരു പൊസിഷനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പുത്രൻ ജനിക്കും. ഇവനെ ഒഴിവാക്കാൻ പറ്റില്ല. എന്താണ് ദർപ്പം? നമ്മൾ പറയില്ല അയാൾക്ക് ഭയങ്കര ഈഗോ ആണെന്ന്. അത് തന്നെ, ദർപ്പത്തിൽ നിന്നാണ് ഈ ദർപ്പണം ഉണ്ടാവുന്നത്. കണ്ണാടിക്ക് അതുണ്ടായി. ഈ 13 പേര് ദർപ്പത്തെ നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട. പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളതേ ഉള്ളൂ. അത് അതിൻ്റെ കൂടെ ഉള്ളതാണ്, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചില വളരെ തിരക്ക് പിടിച്ച് സെലിബ്രിറ്റീസിനോടൊക്കെ പോയിട്ട് സാറേ ഒരു സെൽഫി ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ കൈ തട്ടി മാറ്റി അവർ വേഗം പോകും. അവർക്ക് സെൽഫിക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ക്രൗഡിൽ ഓരോരുത്തരും വന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരാളെ അനുവദിച്ചാൽ മറ്റുള്ളവർക്കൊക്കെ അവസരം എന്താ പറയുക നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആരും വേണ്ട എന്നുള്ള മട്ടിൽ അവരത് ഇതാക്കുമ്പോൾ നമ്മൾ ചിലരത് അയാൾ ഭയങ്കര അഹങ്കാരിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അതിനെ അവർക്ക് മാറ്റാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. ആരായാലും ചിലപ്പോൾ അവർക്ക് അത് ഉപയോഗിക്കേണ്ടി വരും. അതല്ല നിങ്ങൾ നല്ല സൗഹൃദമൊക്കെ പ്രാപിച്ചിരിക്കുന്ന അങ്ങനെയുള്ളൊരു സൗഹൃദമോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിലും അങ്ങനെയുള്ള ഒരു സറൗണ്ടിങ്സിലാണെങ്കിൽ അവരനുവദിക്കും. അപ്പോൾ കുഴപ്പമില്ല. മറ്റേ നമ്മളെപ്പോഴും നോക്കണം. എന്തായാലും ഈ പറഞ്ഞ 13 ഭാര്യമാരിൽ ഈ പറഞ്ഞ 13 മക്കൾ, 13 അല്ല 14 മക്കൾ, ഇത്രയും മക്കൾ നമുക്കുണ്ടോ? ഇങ്ങനെ ഒരു ദാമ്പത്യം നമ്മൾ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടോ? അതല്ല പകരം കഴിച്ച വിവാഹം ഇതാ വേറൊരെണ്ണമുണ്ട്. അതെന്താണ്? ഇതേ സ്കന്ധത്തിൽ, ചതുർത്ഥ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 2, 3, 4, 5. എന്തിനാ ഈ സ്കന്ധവും അധ്യായവും ശ്ലോകവും ഒക്കെ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്ത് നോക്കുക. കാരണം അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതെന്ന് പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളെ ചിലർ പറയാം ഇയാൾ വ്യാഖ്യാന ഫാക്ടറിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കും. പലതും വിശ്വസിക്കുന്ന നാടാണത്. സ്വാമി തന്നെ കാറ് തീ കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ തെളിഞ്ഞ് ജാമ്യം കിട്ടാതെ എന്താ പറയുക, കൗൺസിലർ 1 മാസം ജയിലിൽ കിടന്നിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സന്ദർഭവശ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനാണ് ഈ റെഫറൻസ് നിങ്ങളോട് ശ്ലോകസംഖ്യ, സ്കന്ധം, അധ്യായം ഇതെല്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ചതുർത്ഥ സ്കന്ധത്തിൽ 8ാം അധ്യായത്തിൽ 2, 3, 4, 5 ശ്ലോകങ്ങൾ. നേരത്തെ പറഞ്ഞത് ചതുർത്ഥ സ്കന്ധത്തിൽ തന്നെ 1ാമത്തെ അധ്യായത്തിൽ 47 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങൾ. വ്യാഖ്യാനം പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വ്യാഖ്യാനം കാണാമല്ലോ, നിങ്ങൾ നോക്കൂ. കാരണം സംസ്കൃതത്തിലെ അർത്ഥം മാറ്റിയൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ വലിയൊരു വ്യാഖ്യാനത്തിലേക്ക് പോയിട്ടില്ല. ശരിക്കും ആ ശബ്ദത്തിൻ്റെ സാരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും.
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത്? ഈ കല്യാണം, ഒറ്റ കല്യാണം, ഏകപത്നി വ്രതക്കാരനാണ്. ആര്? ഇവിടെ പറയുന്നു ശ്ലോകം. മൃഷാധർമ്മസ്യ ഭാര്യാസീത് ദമ്പം മായാം ച ശത്രുഹൻ അസുതമിഥുനം തത്തു നിരുതിർ ജഗൃഹയ പ്രജ. മൃഷ, അധർമ്മന് മൃഷ എന്ന ഭാര്യ ഉണ്ടായിരുന്നു. അപ്പം മൃഷ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഷ എന്ന് പറഞ്ഞാൽ അയഥാർത്ഥ്യം, മിഥ്യ, ഇല്ലാത്തത്, തെറ്റിദ്ധാരണ. ആരാ കല്യാണം കഴിച്ചിരിക്കുന്നത്? അധർമ്മൻ. ഇവൻ അധർമ്മനായത് തന്നെ ഇവൻ്റെ ഭാര്യ ഇതായതുകൊണ്ടാണ്. അയഥാർത്ഥത്തെയാണ് കൂട്ടുപിടിച്ചത്. അതിൽ എന്തുണ്ടായി? മൃഷാധർമ്മസ്യ ഭാര്യ ആസീത് ദമ്പം മായ ച ശത്രുഹൻ. അതിൽ ദമ്പമെന്നും മായയെന്നും രണ്ട് കുട്ടികളുണ്ടായി, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ദമ്പം എന്ന് പറഞ്ഞാൽ അറിയാലോ, ദമ്പം തന്നെ, ഡമ്പ് തന്നെ. മായ അമ്മയുടെ മോള് തന്നെ, മിഥ്യയുടെ മോള് തന്നെ മായ. ഇതിനെ അസുതം മിഥുനം തത്തു നിരുതിർ ജഗൃഹയ പ്രജ. നിരുതി, നാശം, സർവനാശം. എന്ത് ചെയ്തു? ദത്തെടുത്തു. നോക്കണേ, വളർത്തുന്നതാരാ? സർവനാശം. നമ്മൾ പറയല്ലോ ചിലരുടെ കൂട്ട്. ഇതാണ്. ഇത് ഗംഭീര അവതരണം എന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് പരിചയമുള്ള നമ്മുടെ നിത്യജീവിതവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ ഫിലോസഫി നമ്മളോട് വ്യാസൻ പറയുകയാണ്. ഇതിനെ നിങ്ങളൊരു ചരിത്ര സംഭവമായി കാണുമ്പോൾ ആർക്ക് പോയി? നിങ്ങൾ നമ്മളെ തെറി പറഞ്ഞ് നമ്മളെ കുറേ എന്തെങ്കിലുമൊക്കെ പേര് വിളിച്ചത് കൊണ്ട് എന്താ കാര്യം? നമുക്കെന്താ? നമുക്കതുകൊണ്ട് പ്രത്യേകം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാണ്. ഒരു കാര്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നവർ കേരളത്തിൽ വിരലെണ്ണി എടുക്കുന്നവരുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പലരും ശത്രുവായിട്ട് എണ്ണുന്നത്. കാരണം ഇത് അവർ പറയുന്നില്ല, അവർക്ക് പറയാൻ പറ്റുന്ന എന്താണെന്നറിയില്ല. നമുക്ക് അവരുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. അവർ ഈ മുമ്പേ പോവിന് ഗോവിന് പോലെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വഴിതട്ടി പോവുക. അപ്പോൾ സർവനാശം. ഈ കുട്ടികളെ ദത്തെടുത്തു. ഏതാ? ദമ്പവും മായയും. അതിനെയാ വളർത്തുന്നത്. ആരാ വളർത്തുന്നത്? നാശം. നാശമാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്. എന്നിട്ടോ അവർ തയോഹോ സമവല്ലോഭോ നികൃതിശ്ച മഹാമതേ. ഇവന്മാർ തമ്മിൽ അങ്ങോട്ട് വിവാഹം കഴിച്ചു. ഓരേ ട്വിൻസാണ് അവർ, പക്ഷെ അവർ പരസ്പരം വിവാഹം കഴിച്ചു. അതിൽ താഭ്യാം ക്രോധശ്ച ഹിംസാച യദുരുക്തി സുസാകലി. അതിലെന്തുണ്ടായി? ഈ പറഞ്ഞ എല്ലാം ദുർഗുണങ്ങളും. നികൃതി. എന്താ നികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിന്തിരിയൽ, അപമാനം, ലോഭം, ക്രോധം, ഹിംസാച്ച. ക്രോധം അറിയാലോ, ഹിംസ. ഇവർ രണ്ടുപേരും ക്രോധവും ഹിംസയും വിവാഹം കഴിച്ചു. ട്വിൻസാ വരും. പിന്നെ എങ്ങനെ ഉണ്ടാവും? അപ്പം ഈ രണ്ടാം അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് അച്ഛനും അമ്മയും സങ്കല്പിച്ച് വിവാഹത്തിൽ നിന്ന് സന്തതി ജനിച്ചതായിട്ടല്ല ഭഗവാൻ പറയണത്. ജനിക്കുന്നത് തന്നെയാണ് പറയണത്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. നേരിട്ട് ഗീത അങ്ങോട്ട് പറയാം. ഇത്തരം എലമെൻറ്റുകളൊന്നുമില്ല.
ഭാര്യ, ഭർത്താവ്, അവരുടെ കുട്ടി, അവർ പ്രസവിക്കുന്ന കുട്ടികൾ, അതിനെ ദത്തെടുക്കാൻ ഒരാൾ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഭാഗവതം ഇത്ര മനോഹരമായി വ്യാസരിങ്ങനെ പറയുന്നു? കഥയിൽ നമ്മുടെ തന്നെ ജീവിതവുമായി, നിത്യജീവിതവുമായി ചേർത്ത് ഈ തത്വങ്ങളെ പറയുകയാണ്. താഭ്യാം ക്രോധശ്ച ഹിംസാച യദുരുക്തി സ്വസാ കലി. പിന്നെ എന്താണ് ക്രോധം, ഹിംസ, അതിൽ കലി ഉണ്ടായി, ദുരുക്തി, അധിക്ഷേപ വാക്കുകൾ, ശകാരം, ശാപം, ഇതൊക്കെ അതിൻ്റെ സന്തതിയാണ് അതിലുണ്ടാവുക. അങ്ങനെ കലിയും ദുരുക്തിയും കൂടെ വിവാഹം കഴിച്ചു. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുകയാണ്. അപ്പം എന്തുണ്ടായി? ദുരുക്തവും കലിരാധത്ത ഭയം മൃത്യും ച സത്തമ. അപ്പം അതിലെന്തുണ്ടായി? ഭയൻ പുത്രനായിട്ടും മൃത്യു പുത്രിയായിട്ടും ജനിച്ചു. ഭയവും മൃത്യുവും രണ്ടും ഈ പറഞ്ഞ ഭാര്യ ഭർത്താവുക. ഒരു ട്വിൻസാണ്. ജനിച്ചതും എവിടുന്നാ ജനിച്ചതെന്ന് വെച്ചാൽ അച്ഛനാരാ? അധർമ്മൻ. അമ്മ ആരാണ്? മൃഷ. തെറ്റിദ്ധാരണ. നമുക്ക് ഇതിലും ലളിതമായി മനസ്സിലാക്കാൻ എന്ത് സുന്ദരമായ ഭാഷയാണ് വ്യാസർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ നിങ്ങൾ 5000 കൊല്ലം മുമ്പേക്ക് പ്രതിഷ്ഠിച്ച് ഇതിങ്ങനെയാണ്, ഇതാണ് സനാതനധർമ്മം. ഒരാൾ കുറേ കല്യാണം കഴിക്കണതോ, അതിൽ കുറേ സന്തതികളെ, വെളിവില്ലാത്ത സന്തതികളെ ജനിപ്പിക്കുന്നതോ? ഇതെൻ്റെ കഥയാണെന്ന് പറയാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ഋഷി ഋണമാണുള്ളത്? ഈ ഋഷി ഋണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാനതിനെ അറിയുമ്പോഴാണ് ആ കടപ്പാട് വീട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിക്കുക തന്നെ വേണം. നമ്മളൊരാൾ മാത്രം കൂട്ടിയാൽ കൂടൂല. ഇത് നമുക്കുള്ളതാണ്. നമ്മൾ നേരെയായ എന്താവും? നമ്മുടെ വീട് നേരെയാവും, നമ്മുടെ ചുറ്റുപാട് നേരെയാവും. സമൂഹത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. എങ്ങനെയാണ് സനാതനധർമ്മം വേറിട്ടതാകുന്നത്? എങ്ങനെയാണ്? ഇത് വ്യക്തിയാധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഇത് സയൻസും മതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സയൻസിൽ ഒരു കണ്ടെത്തൽ ഒരാൾ നടത്തി കഴിഞ്ഞാൽ അത് മുഴുവൻ സമൂഹത്തിനും കിട്ടുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഓരോരുത്തരും തന്നെ ഇത് കണ്ടെത്തണം. ഇത് മാർക്കറ്റിൽ പിന്നെ പുസ്തകം മേടിക്കാൻ കിട്ടും, അത് വേറെ. പക്ഷെ നിങ്ങളിതിനെ ഈ കെട്ടഴിക്കണം, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. എന്നിട്ട് എന്തുണ്ടായി? തയോശ്ച മിഥുനം ജജ്ഞേ യാതന നിരയസ്ഥത. അതിൽ നിന്ന് എന്തുണ്ടായി? മൃത്യുവും ഭയനും. അവർ വിവാഹം കഴിച്ചു. യാതന, നിരയം. യാതന തന്നെ, നിരയം എന്ന് പറഞ്ഞാൽ നഷ്ടം. എന്നിട്ട് പറയാണ് സംഗ്രഹേണ മയാഖ്യാത. ഇതാണ് അതിലെ അടിവരയിടേണ്ട 5ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. നമ്മൾ പറയുന്ന ശ്ലോകം 5ാമത്തെ. സംഗ്രഹേണ മയാഖ്യാത, എന്നാൽ സംഗ്രഹിച്ച് പറയപ്പെട്ട ഇത് പ്രതിസർഗസ്തവാനക. ഇത് എന്ന് പറഞ്ഞാൽ നാശത്തിനുള്ള കാര്യമാണ്. അതുകൊണ്ട് ശ്രുത്വേതത് പുമാൻ, മനുഷ്യൻ ഇതിനെ 3 ആവർത്തി കേട്ടാൽ പുണ്യം വിധുനോതി, അവന് പുണ്യം ഉണ്ടാവും. ആത്മനോ മലം, അവനെ ബാധിച്ച മലം തീരും. നിങ്ങൾ ഈ ഭാഗവത സപ്താഹം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. നമ്മൾ ഓരോ ഭാഗവതാചാര്യനെയും വിമർശിക്കാനോ ഇതിനോ പോവല്ല. പക്ഷേ ഇതാണ് നിങ്ങൾ കേൾക്കേണ്ട കല്യാണം. ഭാഗവതകാരൻ ഭാഗവതത്തിൽ വ്യാസർ പറഞ്ഞിരിക്കുന്നു, 3 ആവർത്തി ഇത് കേൾക്കുന്നതിലൂടെ നമ്മളെന്താണ്, നമുക്ക് മോചനം ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ ഭാഗവതത്തിൽ ഉച്ചൈ എന്ന് പറഞ്ഞ അവസാനം പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഉച്ചത്തിൽ അപ്പോഴേക്ക് നാട്ടുകാർ മൊത്തത്തിൽ ഉച്ചൈ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. ത്രിശ്രുത്വത്തേത് പുമാൻ പറഞ്ഞിരിക്കുകയാണ്. ത്രിശ്രുത്വ ഏതത്, 3 ആവർത്തി പറയുന്നുണ്ടോ? 3 ആവർത്തി വായിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ സ്വയം പറ. നമ്മളാരും വിമർശിക്കുന്നതല്ല. നിങ്ങൾ നമ്മളെ വിമർശിക്കാൻ അവിടെ ഇരിക്കട്ടെ. ആദ്യം നിങ്ങൾ ഇത് നോക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നവർ അപ്പോൾ നമ്മുടെ ചില വിമർശനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ചിലർക്ക് ഒരിതുണ്ട്, ഇയാൾ മാത്രമാണ് വലിയ കേമൻ എന്ന് ഇയാൾക്ക് ഇങ്ങനെ തോന്നുന്നു, ബാക്കിയുള്ളവരൊക്കെ എസ്പേഡ് 7 കൂലികളാണ്.
അതൊന്നും പറയാൻ നമ്മളങ്ങനെ വിധി കൽപ്പിക്കാൻ ആരുമല്ല. നമ്മൾ നിങ്ങളോട് പറയുന്നത് ഇത് ശ്രദ്ധ വേണം എന്നുള്ളതാണ്. നമ്മളും കുറേ കാലം ശ്രോതാവായിട്ടാണ് ഈ ആശ്രമത്തിലേക്ക് തിരിയുന്നതും എല്ലാം. കുറേ കേൾക്കാൻ പോയിട്ടുണ്ട്. പലയിടത്തും കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതല്ല കാര്യമെന്ന്, ഇതല്ല ഇവർ ഈ പറയുന്നതല്ല എന്ന്. അതങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതേ തല്ലിപ്പൊളിത്തരാന്ന് മനസ്സിലായിട്ടില്ല. ഇതിലുണ്ട്, കാമ്പുണ്ട്. കാരണം ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ത്രിശ്രുത്വേതത്, മൂന്നാവർത്തി ഇത് കേൾക്കണം. എന്ത്, ആരുടെ കാര്യം? ഈ അധർമ്മൻ്റെ വിവാഹം. അപ്പം ഈ അധർമ്മൻ്റെ വിവാഹം കേട്ടാൽ നമ്മുടെ കുടുംബം നന്നാവൂലേ? തീർച്ചയായിട്ടും. തെറ്റിദ്ധാരണയെ നിങ്ങൾ വരിച്ചു ഭാര്യയായിട്ടെങ്കിൽ കട്ടപ്പുകയാവാൻ വേറെ വേണോ? ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അതായത് ഭാര്യ എന്ന് പറയുന്നവർ തെറ്റിദ്ധാരണയാണെന്നല്ല, എനിക്ക് തെറ്റിദ്ധാരണയുണ്ട് എന്ന് വന്നാൽ നിങ്ങൾ ഓൾറെഡി തെറ്റിദ്ധാരണയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഈ സന്തതി പരമ്പരകളൊക്കെ ഉണ്ടാവും. നാശമാണ് അതിൻ്റെ അവസാനവും. അപ്പം നിങ്ങൾക്ക് 13 ഭാര്യമാരുണ്ടോ അതോ ഒരു ഭാര്യയേ ഉള്ളൂ? നേരത്തെ പറഞ്ഞ 13-ൽ എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് നമ്മൾ ഇതെന്തെങ്കിലുമൊക്കെ 4 അക്ഷരം പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ മഹാഭാരതത്തിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ പറയണ്ടായിരുന്നു. ഇത് നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള ബുക്കാണ് സ്കൂൾ ഓഫ് ഭഗവത്ഗീത, ഗീതാ പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് ഭഗവത്ഗീതാരാധന. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ശ്ലോകങ്ങൾ കൃത്യമായിട്ട് ഏത് അധ്യായത്തിൽ അത് പകുതി ശ്ലോകങ്ങളെ വെച്ച് ഏത് അധ്യായത്തിൽ എത്രാമത്തെ ശ്ലോകമാണ്, ഗീതയുടെ ഏതെങ്കിലും ഒരു ശ്ലോകം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ വരുന്നു എന്നറിയാനുള്ള ആ ശ്ലോകാനുക്രമണികളുണ്ട്. അത് അകാരം മുതലിങ്ങനെ വരുന്നതാണ് ഒന്നത്. അത് ഇതിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ ഗീതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭഗവത്ഗീതയുടെ ആരതി, ജയ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ പഴയ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോരുന്ന ഗീത ആരതിയുണ്ട്. രഥകൽപ്പനയുണ്ട്, കഠോപനിഷത്തിൽ നിന്ന് വരുന്ന രഥകൽപ്പനയുണ്ട്. പിന്നെ ഗീതയുടെ മാഹാത്മ്യമുണ്ട്. പത്മപുരാണത്തിൽ വരുന്ന ഗീതാ മാഹാത്മ്യം, ഭഗവത്ഗീതാ മാഹാത്മ്യമുണ്ട്. ഗീതാസാരം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, സ്വതന്ത്രമാണത്. കരന്യാസമുണ്ട്, ഭഗവത്ഗീതയ്ക്ക് കരന്യാസമുണ്ട്, അതുണ്ട്. ഭഗവത്ഗീതയുടെ ധ്യാനമുണ്ട്. പിന്നെ ഭഗവത്ഗീത 18 അധ്യായങ്ങളും പിന്നെ മുഴുവനായിട്ടുണ്ട്. ഇത് കുറച്ച് കോപ്പികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ വില 150 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. 50 രൂപ നമ്മൾ കൊറിയർ ചാർജും കൂടെ. ഈ പുസ്തകത്തിന് നമുക്ക് വിലയൊന്നും കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് 150 രൂപ 200 രൂപയ്ക്ക് നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരും. ഇത് വർത്തായിട്ടുള്ളൊരു ബുക്കാണ്. പുസ്തകത്തിൻ്റെ പേജ് എന്ന് പറഞ്ഞാൽ ഒരു 250ഓളം പേജും ഉണ്ട്. അതാണ് ഇതിൻ്റെ കാര്യം. 150, 200 രൂപ. 150 നമുക്ക് ഇത് 150 രൂപയാണ് ഇത്. ഒരു കൊറിയർ ചാർജും കൂടെ തന്നാൽ നമ്മളത് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്, പകുതി എന്ന് പറഞ്ഞാൽ വലിയൊരു ശതമാനം വില കുറച്ച് തരാൻ. കാരണം ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇത് മഹാഭാരതത്തിൻ്റെ 2 വോളിയം ഉണ്ട്. ഈ 2 വോളിയവും ഒന്നിൻ്റെ വില 950, പിന്നെ 750, അതായത് 1700. അപ്പോൾ ഇത് നമ്മൾ 700 രൂപ ഇതിൽ കിഴിച്ചിട്ട് 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ 2 പുസ്തകം, ഭഗവത്ഗീത ഇതിൻ്റെ കൂട്ടത്തിൽ അത് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ഇതിൽ തരുന്നതാണ്. നിങ്ങളിതൊക്കെ വായിക്കും. കാരണം വായിക്കണം. ഈ മഹാഭാരതത്തിലെ ഈ ആദിപർവവും സഭാപർവവും വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനൊരു നല്ല വ്യക്തത കിട്ടും. മുഴുവൻ വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ബാക്കി വായിക്കാം. അപ്പോൾ ഈ 1700 പിന്നെയുള്ള
വേറെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറയാം. നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനമുണ്ട്. വേറെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഏതൊക്കെ കോപ്പികൾ ഇവിടെ ഉണ്ടോ, കൂടുതലുണ്ടോ, അതൊക്കെ വമ്പിച്ച് വിറ്റഴിക്കൽ, എന്താ പറയുക, മെഗാ സെയിലാണ്. അപ്പം ഇത് നിങ്ങൾക്ക് നല്ല ഒരു ഇതാണ്. ഇനി അതല്ല, ഇനിയും നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൊറിയർ ചാർജ് നിങ്ങൾ വേറെ തന്നെ തന്നാൽ മതി, നമ്മളത് നിങ്ങൾക്ക് ഇതാക്കി തരാം. ശരി, അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം പിന്നീട് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.